സന്തോഷമാണ്. കാര്യം അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. ഒന്നുമില്ലായ്മയെന്ന് ഒരു പരിധിവരെയൊക്കെ സക്സസ്ഫുൾ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട് പല കാര്യങ്ങളിലും. കോടി രൂപ കൊടുത്താലും கிடைக்காத സന്തോഷം. ആൾക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ മഹാരാഷ്ട്രയിൽ ഒരു കല്യാണ വീഡിയോ ആണ്, ജോണിക്ക ഷാദി. കല്യാണം കൂടാൻ പോകുന്ന ഈ യാത്രയ്ക്ക് നമ്മളൊരു പേര് വിട്ടു കേട്ടോ, ജോണിക്ക ഷാദി. ഒരു ക്രെഡിറ്റ് കാർഡിൽ തുടങ്ങിയതാണത്. 32,000 രൂപയുടെ ബാലൻസ് ഉള്ള ക്രെഡിറ്റ് കാർഡിൽ തുടങ്ങിയ യാത്ര അത്. പുള്ളിയുടെ 2,500 രൂപ ഉണ്ടായിരുന്നു. കണ്ണൂരിലെ തെയ്യം. അത് രണ്ടാമത്തെ പ്രാവശ്യം പോയി ഷൂട്ട് ചെയ്തിട്ട് തെയ്യത്തിന്റെ ഡോക്യുമെന്ററി ഞാൻ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞപ്പം അക്സെപ്റ്റൻസ് ആയി. ഞാൻ കണ്ണൂർ പോയിട്ടുണ്ട്, ദേവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഉമ്മക്ക് അവരൊന്നും അറിയാഞ്ഞിട്ടാ. അപ്പം എല്ലാവർക്കും എന്നെ അറിയാം. അപ്പം ഞാൻ അവിടുത്തെ ഒരാളായി. കോൺട്രവേഴ്സി ചോദ്യം. വെറുപ്പീര ആ പാട്ടെടുത്ത ശരിക്കും 9 to 6 ഒരു IT ജോബൊക്കെ വിട്ടിട്ട്, അതായത് ഇരുന്ന് ചെയ്യുന്ന ഒരു ജോലിയൊക്കെ വിട്ടിട്ട് പറന്ന് നടക്കുന്ന ഒരു ജോലിയിലേക്ക് വന്ന ഒരാളാണ് അല്ലേ ഷബിൻ ഷംസുദ്ദീൻ. പക്ഷേ മല്ലു ഡ്രോൺ ട്രാവലർ എന്നാണ് നമുക്കൊക്കെ അറിയപ്പെടുന്നത് അല്ലേ? വെൽക്കം ടു ക്ലബ് ഫോം. താങ്ക് യു സോ മച്ച്. ശരിക്കും ഒരുപാട് നാടുകൾ കണ്ടിട്ടുള്ള ഒരാളാണ്, ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. സ്വന്തം നാടിനെ പറ്റി പറ. സ്വന്തം നാടെന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിൽ, കോട്ടയത്തിന്റെ ഇടുക്കിയുടെ ബോർഡറിൽ മുണ്ടക്ക എന്ന് പറഞ്ഞാണ് സ്ഥലം. അതിന്റെ അടുത്ത് ചിറ്റടി എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമമാണ്. അവിടെയാണ് എൻ്റെ വീട്. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ അവിടെ തന്നെ. ഈ സ്വന്തം നാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടൊക്കെ പറഞ്ഞ? കുട്ടിക്കാനം. അവിടെ നിന്ന് നമുക്കൊരു 23 കിലോമീറ്റർ കയറിപ്പോയ കുട്ടിക്കാനമാണ്. ഞങ്ങൾ സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഒക്കെ കയറിപ്പോകുന്ന സ്ഥലമാണ് കുട്ടിക്കാനം. തൃശങ്കു അതൊക്കെയാണോ? പാഞ്ചാലിമേട്. എപ്പോൾ പോയാലും ഒരു 80% നമുക്ക് കോടയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ഗ്യാരണ്ടീഡ് തണുപ്പുണ്ടാവും. അങ്ങനെ ഒരു 365 ദിവസവും തണുപ്പ് വരുന്നൊരു സ്ഥലം എന്ന് ഞാനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ? അത് പണ്ട് ഞാൻ കുട്ടിക്കാനത്ത് പഠിച്ചോണ്ടിരുന്ന കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. മരിയൻ കോളേജിലാണ് പഠിച്ചത്. ഇപ്പൊ അതൊക്കെ മാറി, ചൂടായി. കോളേജിലേക്ക് പിള്ളേരെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത് തന്നെ കോടയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഞാനൊരു മരിയൻ കോളേജ് പ്രൊഡക്റ്റ് ആണ്. ശരിയാ. ശരിക്കും ഇപ്പൊ ഇത്രയും ദൂരം താണ്ടി വന്നു കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് തോന്നുന്നൊരു ഇമോഷൻ എന്താ? സന്തോഷമാണ്. അതുണ്ട്. കാര്യം അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. ഒന്നുമില്ലായ്മയെന്ന് ഒരു പരിധിവരെയൊക്കെ സക്സസ്ഫുൾ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട് പല കാര്യങ്ങളിലും. അപ്പം അതുകൊണ്ടൊരു സന്തോഷമുണ്ട്, ഒരു ഫുൾഫിൽനെസ് ഉണ്ട്, പിന്നെ കുറെ പോകാനുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. ശരിക്കും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു IT ജോബ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി. അത് ഇറങ്ങാനുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഇറങ്ങാനുള്ളൊരു തോട്ട് അതൊക്കെ എന്താ? അത് ശരിക്കും ഞാൻ നല്ല എടുത്തിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. പല കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളിലും അങ്ങനെ. ഞാൻ നേടിയെടുത്തിട്ടുള്ളതാണേലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളതാണേലും എല്ലാം എടുത്തിയാട്ടം മൂലമാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാലും അങ്ങനെ എനിക്ക് ഫിസിക്കലി പെട്ടെന്ന് ഞാൻ ഒരു ഡൗൺ ആകുന്ന എനിക്കൊരു പോയിന്റ് തോന്നി. ഈ വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നപ്പം എനിക്ക് പുറമൊക്കെ വിലങ്ങുക, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. യൂഷ്വൽ 9 to 6 ജോബുകാരുടെ പ്രശ്നങ്ങൾ. അതുപോലെ ഈ വർക്ക് ഫ്രം ഹോം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ 9 to 6 എന്നുള്ള മാറിയിട്ട് 24 hours ആയി. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രഗിൾഡായി. അപ്പോൾ ഈ ഫിസിക്കലി ഞാൻ ഒത്തിരി ഡൗൺ ആയി തുടങ്ങിയെന്ന് എൻ്റെ ഉപബോധ മനസ്സിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം കുറച്ച് നമുക്ക് വേണ്ടി കൂടെ ജീവിക്കണം എന്നൊക്കെയുള്ളൊരു തോന്നൽ വന്നു. പിന്നെ പതിയെ ഇങ്ങനെ യാത്ര കുറച്ച് കൂട്ടി വന്നപ്പോഴത്തേക്കിനും യാത്ര മാത്രമായി, മറ്റേത് സൈഡായി. പിന്നെ കുറച്ചാളും കൂടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് ചീത്തപ്പേരാവുമെന്ന് തോന്നിയതുകൊണ്ട് ഒബ്വിയസ്ലി അതങ്ങ് വിട്ടു. ഇത് ഫുൾ ടൈം ആയിട്ട് ഇങ്ങനെ ഇറങ്ങി. എത്ര നാളത്തെ ഒരു തോട്ട് പ്രോസസ്സിലാണ് ജോലി വിടാമെന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തിയത്? 1 മാസം. സോ സൂൺ എന്നൊക്കെ പറയുന്നത് അല്ലേ? കാരണം ഒരുപാട് ആൾക്കാർ എനിക്ക് തോന്നുന്നു ജോലി വിടാനായിട്ട് മറ്റൊരു ജോലി അല്ലെങ്കിൽ മറ്റൊരു ഫീൽഡ് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ എന്നാലും വിടാനുള്ള ഡിഫിക്കൽട്ടിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചാട്ടോ, 1 മാസം കൊണ്ടുള്ള ഡിസിഷൻ ആണോ? യെസ്. എന്താ വെച്ചാൽ ഞാൻ ലീവിന് ചോദിച്ചു, ലോങ് ലീവ് ചോദിച്ചു കമ്പനിയിൽ. ഞാൻ IBM വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഇൻഫോ പാർക്കിൽ. അപ്പോൾ അവിടെ അങ്ങനെ അവർക്ക് കൊടുക്കാനുള്ളൊരു പ്രൊവിഷൻ ഇല്ല. അപ്പോൾ എനിക്കെന്തായാലും പറ്റൂല എന്ന് എനിക്ക് ആ ഒരു പോയിന്റിൽ തീരുമാനിച്ചങ്ങ് ഇറങ്ങി. പിന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നമ്മൾ ഈ കണ്ടന്റ് ക്രിയേഷൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ആ ഒരു ഫോട്ടോഗ്രാഫിയുടെ ഒരു സംഭവമൊക്കെ ഒരു ചെറിയൊരു കോൺഫിഡൻസ് വെച്ചിട്ട് ഇറങ്ങിയതാണ്. സക്സസ് ആണ് അതിപ്പോൾ ആയി വരുന്നു. ശരിക്കും ഡ്രോണിന്റെ ഒരു കടന്നുകയറ്റം എങ്ങനെയായിരുന്നു ഇതിൻ്റെ അകത്തേക്ക്? അത് 2016 ഞാൻ ആദ്യമേ ഡ്രോൺ മേടിച്ചത്. 10 വർഷമായി. അപ്പോൾ ഞാൻ മേടിക്കുന്ന സമയത്ത് ഇവിടെ അധികം ആൾക്കാരൊന്നും ഉപയോഗിക്കുന്നില്ല. എനിക്കറിയാവുന്ന ഒരു 3-4 പേരേ ഉള്ളൂ. ഇപ്പോഴാണ് ഇത്രയും പോപ്പുലറായത്. പക്ഷെ അന്നൊന്നും എനിക്കിൻ്റെ പൊട്ടൻഷ്യലോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാനൊരു ഹോബി എന്നുള്ള രീതിയിലെടുത്ത് പിന്നെ കുറേ വെഡ്ഡിങ് വർക്കിനൊക്കെ പോയി ആ ഒരു മൂഡിലായിരുന്നു. ഡ്രോണിന്റെ കോഴ്സ് വരെ ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാം ഉണ്ട്, ലൈസൻസ് ആയി, എല്ലാവരുടെയിലും ഉണ്ടല്ലോ. ഇപ്പോൾ ക്രിയേറ്റേഴ്സിൻ്റെ കയ്യിലും ഈവൻ
എല്ലായിടയിലും ഉണ്ട് ഇപ്പോൾ ഡ്രോൺ. ശരിക്കും ഡ്രോണുള്ളൊരു ഇഷ്ടം അല്ലെങ്കിൽ അത് നമ്മുടെ ഫീൽഡിൽ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം അങ്ങനെയൊക്കെയുള്ള തോട്ടും പ്രോസസ് വീഡിയോസ് കാണുക അങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നത്? എവിടെയോ ഒരു വീഡിയോ കണ്ട് ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നപ്പം, അപ്പം അന്ന് മറ്റേ വലിയൊരു ഡ്രോണാണ് വൈറ്റ് കളറിൽ, നിങ്ങൾ കണ്ടിട്ട് കാണും, ഒരു കല്യാണത്തിനൊക്കെ ആൾക്കാർ ഷോ കാണിക്കാൻ വേണ്ടി പറത്തുന്നൊരു സാധനമാണ്. അപ്പോൾ ഈ ഡ്രോണ് ഞാൻ എവിടെ കണ്ടിട്ട് അന്നേരമാണ് എനിക്ക് അതിൻ്റെ ഒരു കൊള്ളാല സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു 3 കൂട്ടുകാരുടെ നിന്ന് പൈസ കടം മേടിച്ചിട്ട് 1.5 ലക്ഷം രൂപയാണ് അന്ന് 2016 ഞാൻ TCSൽ ജസ്റ്റ് ജോയിൻ ചെയ്ത സമയമാണ്. ശമ്പളമൊന്നുമില്ല, 10-20,000 രൂപയൊക്കെ ശമ്പളമുള്ള ആ കാലത്ത്. അപ്പോൾ 3 പേരുടെ നിന്ന് പൈസ കടം മേടിച്ചു ഡ്രോൺ മേടിച്ചു. വൈഫിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് ഫ്ലൈ ചെയ്തു, നേരെ പോയിട്ട് അവിടുത്തെ സെറ്റിക്കിട്ട് സ്വാഭാവികമായിട്ട് ഇടിച്ച് പൊട്ടി. അങ്ങനെയാണ് അത് തുടങ്ങിയത്. പിന്നെ അത് നമ്മൾ വെഡിങ്ങിലേക്ക് കൊണ്ടുവന്നു. ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നോ? എല്ലാ കാലത്തും എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, 1-2 കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അങ്ങനെ അത് വെഡിങ് വീഡിയോഗ്രാഫി ചെയ്യുമായിരുന്നു. അതങ്ങനെ പിന്നെ കണ്ടിന്യൂ ചെയ്ത് ഒരു 2020 തോന്നുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുവരെ എനിക്കറിയത്തില്ല അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പോലും. ഈവൻ യൂട്യൂബിൽ ഞങ്ങൾ 2017 മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം അന്ന് നല്ല വ്യൂസ് കിട്ടി. കടമക്കുടിയുടെ അന്ന് മറ്റേ കടമക്കുടിയുടെ ഏരിയൽ വിഷ്വൽ ഒന്നും ആരും കണ്ടിട്ടില്ല, പക്ഷെ അത് അത്ര റീച്ച് കിട്ടിയിട്ട് പോലും അന്ന് പോലും എനിക്ക് ആ ഒരു തോട്ട് പ്രോസസ് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് ഇതൊരു ഒരു ഫീൽഡാക്കി എടുത്തുകൂടാ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പ്രൊഫഷൻ ആക്കി എടുത്തുകൂടാ ചിന്തിച്ചിട്ടില്ല. അതാ പറഞ്ഞ വൈകി വന്നൊരു അങ്ങനെ പറയാം. ഷബിൻ പറഞ്ഞ പോലെ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വരാണ്, ഇൻസ്റ്റഗ്രാം ഇത്രയും ഫോളോവേഴ്സ് പേജിലേക്കൊക്കെ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു ആൾക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ മഹാരാഷ്ട്രയിലെ ഒരു കല്യാണ വീഡിയോ ആണ്, ജോണിക്ക ഷാദി. അതിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല പോയത്, ഒരുപാട് ആൾക്കാരായിട്ടാണ് പോയത്. ഈവൻ ഞാനും ഷബിനെ ആദ്യം ശ്രദ്ധിക്കുന്ന ആ ഒരു കല്യാണ വീഡിയോയിലെ വ്ളോഗിനെ കണ്ടിട്ടാ. അതിനെക്കുറിച്ചൊന്ന് പറയോ, എങ്ങനെയാ ഈ വെഡിങ് ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ എങ്ങനെ പോയേ? അത് ആക്ച്വലി ഇങ്ങനെ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും പോകണമെന്നുണ്ടായിരുന്നു. എനിക്ക് തന്നെ യാത്ര ചെയ്യാൻ ചില സമയത്ത് ഇഷ്ടമാണ്, പക്ഷേ ചില സമയത്ത് ഭയങ്കര ബോറാണ്. ഈ പറഞ്ഞ പോലെ മൂഡ് സിംഗ് എന്ന് പറയുന്ന പോലെ. പക്ഷെ ആ സമയത്ത് എനിക്ക് തന്നെ യാത്ര ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം എൻ്റെ ബിബിൽ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്, സോജോ, പിന്നെ അജിത്ത്, അവരൊക്കെയാണ് അന്ന് വന്നത്. ഞാൻ ഫസ്റ്റ് ബിബിലിനോട് ചോദിച്ചു, ഇപ്പം ബിബിലെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നമുക്ക് ബൈക്ക് ഓടിച്ച് പോയാലോ? ഞാൻ അത്രയും ലോങ് ഒന്നും പോയിട്ടില്ല ബൈക്കിന്. ഞാൻ ആകെ പോയിട്ടുള്ള നാട്ടിൽ നിന്ന് കൊടൈക്കനാൽ വരെ 220 കിലോമീറ്റർ, അതാണ് എൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് റൈഡ്. അപ്പോൾ ഭയങ്കര ആഗ്രഹം, ഈ എല്ലാവരും ലഡാക്ക് പോകുന്നു, സ്വിതി പോകുന്നു, എന്നാൽ പിന്നെ ബൈക്കിന് ഒന്ന് പൂനെ വരെ പോയാലോ? ഒരു 10,000 കിലോമീറ്റർ കവർ ചെയ്യാമല്ലോ, 1000 കിലോമീറ്റർ കവർ ചെയ്യാം, പോകുന്ന വഴിക്ക് ബാംഗ്ലൂരൊക്കെ കയറാം. അപ്പം അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിൽ സ്റ്റാർട്ട് ചെയ്താ. അപ്പം ബിബിലിനോട് ചോദിച്ചു, ബിബിൽ പറഞ്ഞാൽ പോയേക്കടാ, അതിനിപ്പോൾ എന്താ? അപ്പം തൻ്റെ വല്ലതും ഉണ്ടോ? ഇല്ല. എൻ്റെ വല്ലതും ഉണ്ടോ? ഇല്ല. ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഒരു ക്രെഡിറ്റ് കാർഡിൽ തുടങ്ങിയതാണോ? 38,000 രൂപയുടെ ബാലൻസ് ഉള്ള ക്രെഡിറ്റ് കാർഡിൽ തുടങ്ങിയ യാത്ര ചെയ്ത്. പുള്ളിയുടെ 2,500 രൂപ ഉണ്ടായിരുന്നു. അപ്പം ഇതൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കുമല്ലോ കേട്ടോ, ഞാൻ ചുമ്മാ തള്ളുവാന്നൊക്കെ. അവിടെ പൂനെന്ന് പിന്നെ നേരെ അങ്ങ് കയറി അങ്ങ് പോയി. നേരെ ഗുജറാത്ത്, രാജസ്ഥാന്, ഇവിടെയൊക്കെ പോയി. എന്തൊക്കെ അനുഭവങ്ങളുണ്ടായി. അവസാനം സ്പിതി വാലി എത്തി, ഹിമാചല് വേൾഡ് ഹൈയസ്റ്റ് വില്ലേജ് വരെ എത്തി. എന്നിട്ട് 62-ാമത്തെ ദിവസം നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ശരിക്കും ഷബിൻ്റെ ഓരോ വീഡിയോസ് കാണുമ്പോഴും ഒരു സിനിമ കാണുന്ന ഒരു എക്സൈറ്റ്മെന്റിലേക്ക് നമ്മൾ കാണുന്നത്. കാരണം ഒരു സ്റ്റോറി ലൈൻ, നറേഷൻ, ക്യാമറ, എഡിറ്റ്, ഇതൊക്കെ ശരിക്കും എങ്ങനെയാണ് പ്ലാൻ ചെയ്ത്? യാത്ര പ്ലാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഈ വീഡിയോസ് പ്ലാൻ ചെയ്തതാണോ? അതും ഈ പറഞ്ഞ പോലെ അങ്ങനെ പ്ലാനിങ് അല്ല. നമ്മളിപ്പം അതായത് ഇപ്പോൾ ലെറ്റ്സ് സേ ഇപ്പം നമ്മൾ ഇവിടുന്ന് മഹാരാഷ്ട്ര വരെ പോകുന്നു. അപ്പോൾ അതൊരു സ്റ്റോറി ആക്കിയിട്ട് ആൾക്കാരിലേക്ക് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു പ്രിപ്പറേഷൻ ആ ജേണിയിൽ വേണം. കണ്ടന്റ് എന്താണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നതിലും എങ്ങനെ സ്റ്റോറി പറയണം, എങ്ങനെ ഇതൊക്കെ കണക്ട് ആക്കണം ആൾക്കാരിലേക്ക്, അതിനൊരു തോട്ട് പ്രോസസ് എപ്പോഴും ഉണ്ട്. ഒരു ഇങ്ങനെ ഒരു കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെയൊക്കെ ഇത് കിട്ടണം എന്നൊക്കെ ഉള്ള സാധനം ഉണ്ടാവും. ഇത് യാത്ര പോകുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സാധനമാണോ, അതോ പ്രിപ്പയർ ചെയ്തിട്ടാണോ യാത്ര പോകുന്നത്? ഇല്ല, പ്രിപ്പയർ ചെയ്തേ ഇല്ല. പോകുന്നതിന്റെ ഇടയ്ക്ക് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനത്തെ സ്ട്രെസ് എടുക്കാൻ ഒട്ടും താല്പര്യമില്ല. അപ്പം ഇങ്ങനെ ഇപ്പം ജോണിക്ക ഷാദി എന്ന് പറഞ്ഞ ആ സീരീസിൽ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് യാത്ര ചെയ്തിട്ട് പൂനെ വരെ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ തുടക്കം നമ്മൾ ചെറിയ സ്റ്റോറിയൊക്കെ പ്ലാൻ ചെയ്ത് വീട്ടിൽ നിന്ന് എല്ലാവരെയും വിളിക്കുന്നതൊക്കെ നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു സാധനമൊക്കെ ചെയ്തായിരുന്നു. അതൊക്കെ പ്ലാൻഡാ. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് പിന്നെ നമ്മൾ എവിടെ പോകുന്നതെന്നും നമുക്ക് അറിയത്തില്ലല്ലോ. ഇല്ല, നമ്മൾ എങ്ങനെ ഇപ്പോൾ പോകുന്ന റൂട്ട് ഒരു റഫ് ഐഡിയ ഉള്ളൂ. അപ്പോൾ ആ പോകുന്ന വഴിക്ക് നമ്മൾ ഏതൊക്കെ, ഞങ്ങൾ ഏറെക്കാട് 2-3 ദിവസം നിന്ന് പോകുന്ന വഴിക്ക് ജസ്റ്റ് കയറി ടച്ച് ചെയ്തിട്ട് പോകേണ്ട സ്ഥലമാണ്. പക്ഷെ അവിടെ കയറി അവിടുത്തെ ഒരു വൈബൊക്കെ പിടിച്ച് നമ്മൾ അവിടെ നിന്ന്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പ്ലാൻ ചെയ്തിട്ടുള്ള സംഭവങ്ങളല്ലല്ലോ, നമുക്ക് വീണ് കിട്ടുന്ന ഐറ്റംസാ. അപ്പോൾ ശരിക്കും ഇതിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെയോ? അതാ പറഞ്ഞ, ഇതിലൊന്നും ഇതിനൊക്കെ ചിന്തിക്കാൻ എനിക്ക് പേടിയാ. എനിക്കിതിനെ പറ്റിയൊക്കെ ചിന്തിക്കാൻ പേടിയാ. അപ്പം ഞാൻ ചിന്തിക്കാറില്ല ഒന്നും.
പിന്നെ ഈ പോകുന്ന വഴിക്ക് ഇങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ മറിച്ചും തിരിച്ചൊക്കെ അങ്ങനെ പോയ ട്രിപ്പ് അത് കംപ്ലീറ്റ്ലി. എല്ലാ ട്രിപ്പുകളും ഇങ്ങനെ തന്നെയാണ്. അതെ, കുട്ടിയുടെ ഒരു ഫോട്ടോ അതൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലാവും. തന്നെ വൈഫിന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? പുള്ളിക്കാരെ സപ്പോർട്ടായിരുന്നു. പുള്ളിക്കാർക്ക് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എന്തൊരു സാധനം ഉണ്ട്. അതുകൊണ്ട് വലിയ ശല്യമില്ല, സപ്പോർട്ടാ. പിന്നെ വീട്ടുകാർ പറഞ്ഞ പോലെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ഇങ്ങനെ കുറേ ചെയ്ത് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇത് ഇതേ ഇത്ര പൈസ കിട്ടും, ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടും, ഇവിടെ ചെന്ന ആൾക്കാർ ഇതൊക്കെ നമ്മളെ അംഗീകരിക്കും, അറിയപ്പെടും. കണ്ടോ, മാതൃഭൂമിയിൽ തന്നെ മറ്റേ രാവിലത്തെ വൈറൽ പീഡികയിൽ നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങി. ഇപ്പം എൻ്റെ അപ്പൻ്റെ നാട്ടിൽ കടയാ ചിറ്റടിയിൽ, ഷബിൻ കൂൾബാർ എന്ന് ചെറിയൊരു കട, കൂൾബാർ. അപ്പോൾ രാവിലെ എന്താണ് ഈ വൈറൽ പീഡികയിൽ നമ്മുടെ കണ്ടൻസ് ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും കടലിൽ വന്നിട്ട് ഷംസ് എന്നാ പേര് പുള്ളിയുടെ, ഷംസുദ്ദീൻ. അപ്പം ഷംസറിനെ മകൻ്റെ വീഡിയോ രാവിലെ കണ്ടായിരുന്നല്ലോ, എങ്ങനെ ഇതിന് അങ്ങനെ കിട്ടുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര. അപ്പം നാട്ടിൽ മൊത്തം അങ്ങനെ സംസാരം വന്നു തുടങ്ങി. അപ്പം നമ്മൾ പറഞ്ഞ ഇവർ വിശ്വസിക്കുകയല്ല, അപ്പം നമ്മെ വിശ്വസിക്കുകയല്ല. നാട്ടുകാർ പോയി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ഇവൻ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സെറ്റ് ആയിക്കോളും എന്നൊക്കെയുള്ളൊരു ചെറിയ കോൺഫിഡൻസ് ഒക്കെ വന്നു. മഴ വിട്ടൊരു കളിയില്ല അല്ലേ? മഴ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം വെയിറ്റ് ചെയ്യും അതിന് വേണ്ടി. മഴക്കാലം എനിക്കാണ് ഇപ്പം എല്ലാവരും കമന്റ് ഒക്കെ ഇടാൻ തുടങ്ങി, വീഡിയോ വരുന്നില്ലല്ലോ എന്ന്. പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം? സ്പിതി വാലി. ഇഷ്ടപ്പെടാത്തൊരു സ്ഥലം? അയ്യോ, കോൺട്രവേഴ്സി ചോദ്യം. ഇഷ്ടപ്പെടാത്തൊരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് പോകേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയൊരു അങ്ങനെ ഒരു സ്ഥലം? ഡൽഹി. എന്താ കാരണം? വെറുപ്പീര. ആൾക്കാർ സെൽഫിഷ്നെസിന്റെ എക്സ്ട്രീം. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരു ആംബുലൻസ് റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടിയൊക്കെ രണ്ട് സൈഡിലോട്ട് മാറ്റി എങ്ങനെയാലും ഇറക്കി ഇവനെ കയറ്റി വിടാൻ വേണ്ടി. ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടിയല്ല, അടി ഉണ്ടാക്കുകയാണെങ്കിൽ നിർത്തും നമ്മള്, അതാണ്. പക്ഷേ ഞാൻ ബൈക്കിന് പോയപ്പോൾ കണ്ണി കണ്ടൊരു കാഴ്ചയാണ്. ഒരു ആംബുലൻസ് പുറകിൽ തൊട്ട് ഫ്രണ്ടിൽ ഒരു കാറ്, ആ കാറ് കുറച്ച് ഈ സൈഡിലോട്ട്, ഞാൻ ബൈക്കിങ് ഇങ്ങനെ സൈഡിൽ കൊണ്ടുവന്നിട്ട് ഡിവൈഡർ അടുത്തുകൊണ്ട് വെച്ച്. ഇപ്പം ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ഈ രണ്ടവന്മാർ ഒതുക്കി കഴിഞ്ഞാൽ കയറിപ്പോവും, തൊട്ടപ്പുറത്ത് സിഗ്നലാ. ഞാൻ നോക്കിയപ്പോൾ പുറകിലത്തെ സീറ്റ് ഒരു പുള്ളി ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് ഒരു സിഗരറ്റ് കത്തിച്ച് ഇങ്ങനെ കൈ പിടിച്ചിട്ട് കാല് പൊക്കിയിട്ട് ഫ്രണ്ടിലത്തെ സീറ്റ് വെച്ച് ഇങ്ങനെ ആസ്വദിച്ച് കിടക്കുക. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു ക്യാബായെന്ന് ചോദിച്ചു. അപ്പം എന്നോട് ചോദിക്കുക എന്നാന്ന്, എന്താ വേണ്ടത്? അല്ല അവർ അത് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല, അങ്ങനെ അറിയണ പോലും ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു ബിസി, ഇഷ്ടപ്പെടുന്ന ഒരു ലൈഫല്ല അവിടുത്തെ. ആരും ശ്രദ്ധിക്കാറില്ല, അങ്ങനെയല്ലോ. കെയർലെസ്സാ, അല്ല ഒട്ടുമല്ല. സെൽഫിഷ്നെസിന്റെ എക്സ്ട്രീം ലെവൽ അവിടെ കാണാൻ പറ്റും. പിന്നെ ഒട്ടും സേഫ് അല്ല. ഈ അവിടെ പോയാലേ പലയിടത്തും പോകാൻ പറ്റുള്ളൂ, അതുകൊണ്ട് പോകുന്ന. അതല്ലാതെ ഡൽഹി കാണാൻ പോവോ? ഷബിന് പ്രകൃതിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു വിഷ്വലോ അങ്ങനത്തെ എന്താ ഉള്ളത്? എനിക്ക് മഴയും മഞ്ഞും ഭയങ്കര ഇഷ്ടമാണ്. മഴയും മഞ്ഞും കോടയും അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ പുതിയ പുതിയ ലാൻഡ്സ്കേപ്പ്, ഈയിടെ കാശ്മീർ പോയായിരുന്നു. കാശ്മീർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര എന്ന് വെച്ചാൽ ഓരോ സ്ഥലവും ഓരോ ലുക്കാ, ഓരോ രീതിയാണ്. ശരിക്കും ഏതെങ്കിലും ഒക്കെ സ്ഥലത്ത് പോയിട്ട് അവിടെ കുറച്ച് നാൾ നിൽക്കണം, അവരുടെ ആൾക്കാരുടെ ഒപ്പം കുറച്ച് നാളെന്ന് ഞാൻ ഉദ്ദേശിച്ച ഒരു 4 മാസം 5 മാസമൊക്കെ നിന്ന് അവരുടെ കൾച്ചറൊക്കെ അറിഞ്ഞ് അങ്ങനെ. അത് ഈ നോർത്ത് ഏറ്റവും മേൾ സൈഡില്ലേ, ഏതാ നമ്മുടെ ടിബറ്റൻ കൾച്ചറുള്ള ഏരിയാസ്, ഈ പറഞ്ഞ സ്പിതി, ലേ ലഡാക്ക് അല്ലെങ്കിൽ സിക്കിം, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ചിന്ത വരും അവിടെ നിന്നാലോ എന്ന് വെച്ചാൽ അവിടുത്തെ മനുഷ്യരെന്ന് വെച്ചാൽ ഭയങ്കര പ്യൂറാ. ഇപ്പം നിങ്ങൾ ഈ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഡൽഹി കഴിഞ്ഞിട്ട് ചണ്ഡീഗഡൊക്കെ കഴിഞ്ഞിട്ട് ഷിംല കയറുമല്ലോ, ഷിംല എത്തിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓ ഈ ഒരു കെട്ട സ്ഥലത്ത് നിന്ന് നമ്മൾ നല്ലൊരു സ്ഥലത്ത് എത്തിയെന്ന്. അന്തരീക്ഷം മാറും. ആൾക്കാരെല്ലാം അടിപൊളി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ ഒരു സെൽഫിഷ്നെസ്സിന്റെ ഒരു സ്കെയില് എത്രയാണ്, 100-ൽ ഒരു 10% കുറയും. മനസ്സിലായി? നല്ല ആളുകളാ, നമുക്ക് വിശ്വസിക്കാം, നമ്മളെ പറ്റിക്കില്ല. പിന്നെ ഭയങ്കര ഒരു ഹോംലി ഫീൽ, സേഫ് ഫീൽ നമുക്ക് അങ്ങോട്ട് കിട്ടും. ഇനി ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കാം. ആ ഫോട്ടോസിന്റെ സ്റ്റോറിയാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ. ഹായ്, ഇത് മസായി മാരല്ല, നമ്മുടെ ചീറ്റ. ഇതിന്റെ സ്റ്റോറി എന്താ? ഈ ഫോട്ടോ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ, സ്റ്റോറി അറിയില്ല. അതിന്റെ ഒരു വലിയ വീഡിയോ വരാൻ കിടപ്പുണ്ട്, മസായി മാരയുടെ. നമ്മളതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ അല്ല, ഏതായാലും അതിന്റെ കഥ പറയാം. അതായത് മസായി മാരയിൽ നമ്മളൊരു 4 ദിവസത്തെ ട്രിപ്പ് പോയി. ഞാൻ, ഗോകുല്, നമ്മുടെ മനോജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ട്രിപ്പ് പോയി. ഇപ്പം ഇതൊരു വലിയ ഡ്രീമായിരുന്നു മസായി മാര. പക്ഷേ ഈ പറഞ്ഞ ഭയങ്കര പൈസ ആയതുകൊണ്ട് ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ തള്ളി ആ പൈസ തന്നെ നാട്ടിൽ എനിക്കൊരു 10 ട്രിപ്പ് അടിക്കാം. ഇവിടെ നമ്മുടെ ലോക്കൽ ഒരു നമ്മൾ ഈ സ്പിതി വാലി പോയിട്ട് വന്നപ്പോൾ ഒരാടെ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയൊക്കെ ആയിട്ടുള്ളൂ. അപ്പം അങ്ങനത്തെ 2 ട്രിപ്പ് അടിക്കാം. ഏത് 60 ദിവസത്തെ. ഇത് 4 ദിവസത്തേക്ക് വേണ്ടി 2 ലക്ഷം രൂപ മുടക്കാന്നൊക്കെ പറയുമ്പം ഒരു ഇതായിരുന്നു. പിന്നെ അങ്ങ് ഇറങ്ങി, വൺസ് ഇൻ എ ലൈഫ് ടൈം അല്ലേ.
അങ്ങനെ ആഫ്രിക്കയിൽ പോയി, കെനിയയിൽ പോയി, നൈറോബി എയർപോർട്ടിൽ ഇറങ്ങി ഈ മസായി മാര എന്ന് പറഞ്ഞ ട്രൈബൽസ് താമസിക്കുന്ന സ്ഥലത്തെത്തി. 3 ദിവസത്തെ സഫാരി ഉണ്ടായിരുന്നു. അത് രാവിലെ 5:30 നമ്മൾ അവിടുത്തെ ലാൻഡ് ക്രൂസറെ കയറും, കാട്ടിൽ പോവും, വൈകിട്ട് 7 മണിക്ക് തിരിച്ചു വരുള്ളൂ. അത്രയും നേരം കാട്ടില്ല, ഫുഡും പരിപാടിയും എല്ലാം കാട്ടിൽ. അപ്പം അങ്ങനെ പോയി ഫസ്റ്റ് ദിവസം കുറേ മറ്റേ ലയൺ പ്രൈഡ്സ് ഉണ്ട് അവിടെ. അതൊക്കെ കണ്ട് തൊട്ടടുത്ത് അവസാനം പുച്ഛമായി. ലയൺ സിംഗം കണ്ടു കഴിഞ്ഞാൽ പുച്ഛമായി നമുക്ക്, കാര്യം എന്നും കാണുന്നുണ്ട് ഇവരെ. അപ്പം അങ്ങനെ തപ്പി നടന്നപ്പോൾ ഒരു സ്ഥലത്ത് ഇതുപോലെ ചീറ്റ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളവിടെ പോയി കണ്ടപ്പം ആശാൻ ഇങ്ങനെ ഒരു പല്ലില്ല പുള്ളിക്ക്, ഇവിടുത്തെ ഒരു പല്ലില്ല. അപ്പം ഇങ്ങനെ കല്ലിൻ്റെ പുറത്തിരിക്കുന്നത്, അവിടെ പോയിരിക്കുന്നത്, ഇവിടെ പോയിരിക്കുന്നത്. ഞങ്ങൾ അതിൻ്റെ പുറകെ ഇങ്ങനെ പോയി. കാര്യം ഫുഡ് കഴിച്ചിട്ടില്ലെന്ന് ഡ്രൈവർ പറഞ്ഞു നമ്മുടെ. അപ്പം എവിടെയെങ്കിലും മറ്റേ എന്താ ഇര പിടിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അതിൻ്റെ പുറകെ പോയി ഒരു ഹണ്ട് കണ്ടു നമ്മൾ. ആ, മാനിനെ ഓടിച്ച് കിട്ടിയില്ല. ഈ ചീറ്റ ഭയങ്കര സ്പീഡുള്ള മൃഗമാണെന്നൊക്കെ പറയുമല്ലോ, പക്ഷേ അത് ഭയങ്കര ഷോർട്ട് ടൈമിലേക്ക് ഓടുള്ളൂ. അതായത് കുറച്ച് നേരത്തേക്ക് ഓടുള്ളൂ, പിന്നെ റെസ്റ്റ് ആണോ? ആ, അത് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ വിട്ടുകളയും. അപ്പം അങ്ങനെ പുള്ളിക്കാരൻ ഓടിച്ചിട്ട് കിട്ടിയില്ല, ചീറ്റിപ്പോയി. അപ്പം അങ്ങനെ പിന്നെയും പുള്ളി ചമ്മിപ്പോയി. ആ പിന്നില്ലേ, ചീറ്റയാണ് അത്ര ചീറ്റ. എന്നിട്ട് അന്ന് ഈവനിങ് ഇതുപോലെ പുള്ളി വേറെ മാനുള്ള സ്ഥലത്ത് ഇങ്ങനെ പതുങ്ങി പോയിട്ട് ആ കല്ലിൻ്റെ മേളിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുന്നതാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ തപ്പുന്നതാണ് എവിടെയെങ്കിലും ഇരയുണ്ടോന്ന്. ഏതെങ്കിലും ഒരു കുന്നിൻ്റെ മേളിൽ ഇങ്ങനെ കയറി എന്നിട്ട് ഇങ്ങനെ നോക്കുന്നത് ചുറ്റും. അപ്പം ഞങ്ങൾ അതിൻ്റെ അപ്പുറത്ത് വണ്ടി നിർത്തിയിട്ട് ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്, എന്തേലും നടക്കുമോ. അങ്ങനെ ഒരു മണിക്കൂർ അവിടെ ആശാൻ ഞങ്ങളെ ഇരുത്തി. അന്നേരം എടുത്ത പടം അത്. കിട്ടിയോ കഴിക്കാൻ? ഇരുട്ടിയപ്പോൾ ഞങ്ങൾ പോയി. ചീറ്റിപ്പോയി. അടുത്തത് അയ്യോ, ചിച്ചാൻ ബ്രിഡ്ജ്. അത് സ്പിതി വാലി. അതൊരു ഇമോഷനാ. എന്ത് ഏഷ്യയിലെ 2nd ഹയസ്റ്റ് ഹാങ്ങിങ് ബ്രിഡ്ജ്, അങ്ങനെ എന്തോ ഒരു പ്രസക്തിയുള്ളൊരു പാലം അത്. എന്താ ഇമോഷൻ? ഇമോഷൻ എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ നിന്ന് അവിടം വരെ വണ്ടി ഓടിച്ച് ചെല്ലുക എന്ന് വെച്ചാൽ അതൊരു ഭയങ്കര അച്ചീവ്മെൻ്റ് അല്ലേ. കാര്യം ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് സമുദ്രനിരപ്പിൽ നിന്ന് നേരെ 4600 മീറ്റർ മേളിലെത്തി. അതായത് കേരളത്തിൽ നിന്ന് 4.5 കിലോമീറ്റർ നേരെ മേളിൽ നമ്മൾ നിൽക്കണേ. ഓ, കേരളത്തിൽ 4.5 കിലോമീറ്റർ മേളിൽ ഇങ്ങനെ നോക്കുവാണെങ്കിൽ സമുദ്രനിരപ്പ് നമ്മൾ 0 അല്ലേ. അപ്പം നമ്മൾ പോയ 4600 മീറ്റർ ഹൈറ്റിലാണ്, മനസ്സിലായോ. അപ്പോൾ ഇങ്ങനെ ഇത്രയും സ്ട്രഗിളൊക്കെ ചെയ്ത് നമ്മളവിടെ വണ്ടിയൊക്കെ ഓടിച്ചിട്ട്, കാര്യം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു ലാൻഡ് മാർക്ക് ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മൾ എന്താണ് UP അല്ല ആഗ്ര പോകുമ്പോഴത്തേനും താജ്മഹൽ, ഡൽഹി പോകുമ്പോൾ ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പിതി പോകുന്നവരുടെ ഒരു ചിച്ചാൻ ബ്രിഡ്ജ് ഒരു സാധനമാണ് ഈ ഒരു ചിച്ചാൻ ബ്രിഡ്ജ്. അവിടെ പോയിട്ടൊരു വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഇമോഷണലി ഒരു ഭയങ്കര നമുക്കൊരു എന്തോ നേടിയെന്നുള്ളൊരു സാധനം കിട്ടും. അച്ചീവ്മെന്റ് ആണ്. ഓക്കെ, അടുത്തത് സ്മൈൽസ് ഓഫ് ഹിമാചൽ. അത് ഇവിടെയാ നമ്മുടെ നാക്കോ വില്ലേജ്. അത് സ്പിതിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ളൊരു വില്ലേജാണ്. കിന്നോർ എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ട് ഹിമാചൽ, കിന്നോർ. അവിടെയാണ് മറ്റേ ഏറ്റവും നല്ല ആപ്പിളൊക്കെ കിട്ടുന്നത്. ആപ്പിൾ തോട്ടത്തിൽ നിന്ന് പറിച്ചൊക്കെ തിന്നിട്ടുണ്ടോ? മോശം. അപ്പോൾ ഞാൻ ഫസ്റ്റ് അവിടെ പോയപ്പോൾ എനിക്ക് അവിടെ ഭയങ്കര ഒരു സർപ്രൈസ് സാധനം കിട്ടി. കാര്യം ഇവർ ഈ ലാമാന്ന് കേട്ടില്ലേ നിങ്ങൾ, നമ്മുടെ അക്കോസേട്ടനെ കണ്ടിട്ടില്ലേ? എനിക്ക് മനസ്സിൽ സംശയം അത് തന്നെയാണോ? അത് തന്നെ. അപ്പോൾ ഇവരുടെ റംബൂച്ചെ, ഇവരുടെ പ്രധാനി, ഇവരുടെ ഗുരു, അതാണ് ഇവരുടെ മെയിൻ ആളാണ് റംബൂച്ചെ. അപ്പം ഞാൻ ഫസ്റ്റ് പോയപ്പം ഇവരുടെ ഈ ഗ്രാമത്തിൽ റംബൂച്ചേനെ എന്താണ് റിസീവ് ചെയ്യുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. അത് വല്ലപ്പോഴും നടക്കുന്ന. എനിക്ക് ഫസ്റ്റ് പോയപ്പോൾ അത് കിട്ടി. അത് കണ്ടു എന്ന് വെച്ചാൽ 2 ദിവസം അവിടെ ഭയങ്കര ഉത്സവം പോലെ. ഫുഡൊക്കെ ഉണ്ടാക്കുന്നു, പല പല സാധനങ്ങൾ വെക്കുന്നു. നമുക്ക് എവിടെ പോയാലും എന്ത് വേണമെങ്കിലും ഒരു കയ്യെ പിടിച്ചുകൊണ്ട് പോയി നമുക്ക് തിന്നാൻ തരും. ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ഉള്ള മനുഷ്യരാണ്. അപ്പം ഞാൻ ഫസ്റ്റ് പോയപ്പോൾ എനിക്കത് കിട്ടി. 2ാമത് പോയപ്പോഴും എനിക്കത് കിട്ടി അവിടെ. സെക്കൻഡ് ടൈമും. എത്ര നാൾക്ക് ഗ്യാപ്പിലാ പോയത്? മേ ബി ഒരു 4 ഇയേഴ്സ് ഗ്യാപ്പിൽ. വല്ലാത്തൊരു ഭാഗ്യമാണല്ലോ. അടുത്തത് ഫെസ്റ്റിവൽസ്. ഇത് വിയറ്റ്നാമാ. ഞാനും ഗോകുലും കൂടെ പോയതാ. ഗോകുൽദാസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൃശ്ശൂരുള്ളൊരു ഗഡിയുണ്ട്. ഇത് ആക്ച്വലി എയർ ഏഷ്യയുടെ ഒരു ക്യാമ്പയിൻ ഇങ്ങനെ വന്നപ്പം. ഗോകുൽദാസ് ഒരു ഫോട്ടോഗ്രാഫർ അല്ലേ? ഫെസ്റ്റിവൽ ഫോട്ടോഗ്രാഫർ, വലിയ. അപ്പം എയർ ഏഷ്യയുടെ ഒരു ക്യാമ്പയിൻ വന്നായിരുന്നു. അതായത് നിങ്ങൾക്ക് ഒരു 3 രാജ്യത്ത് പോയി വിസിറ്റ് ചെയ്യാം. ഫെസ്റ്റിവൽസ് കവർ ചെയ്യാനാണോ? ഫെസ്റ്റിവൽസ് ഒന്നുമില്ല, അവരെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഇടയ്ക്ക് കൊളാബറേഷൻസ് ഒക്കെ വരുമല്ലേ, അതിലേക്ക് ഞാൻ വരാം. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അതായത് ഇങ്ങനെ എയർ ഏഷ്യ. അപ്പം ഞാൻ ഗോകുലിനോട് പറഞ്ഞു, ഗോകുലിൻ്റെ നല്ല പ്രൊഫൈലല്ലേ,
അപ്പോൾ ഗൂഗിളിൻ്റെ പ്രൊഫൈൽ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു ടീമിന്. അപ്പോൾ അവർ അപ്രൂവ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും കൂടെ 1 മാസം ട്രിപ്പ് അങ്ങ് പോയി. വിയറ്റ്നാമും തായ്ലൻഡും ഒക്കെ ആയിട്ട് 1 മാസം എടുത്തു. വിയറ്റ്നാമിൽ 22 ദിവസം നിന്നു, തായ്ലൻഡിൽ 8 ദിവസവും. അപ്പം അങ്ങനെ പോയി വിയറ്റ്നാമിൽ 22, തായ്ലൻഡിൽ 8 ദിവസം. അങ്ങനെ വിയറ്റ്നാമിൽ 22 ദിവസം എന്ന് പറഞ്ഞാൽ നോർത്ത് വിയറ്റ്നാമാണ്. അത് ഹനോയ് എന്നൊക്കെ പറയുന്ന ഏരിയയുണ്ട്, ഏറ്റവും മേളിൽ ക്യാപിറ്റൽ സിറ്റിയൊക്കെ ഉള്ളത്. അവിടെ ഫുള്ള് കിടന്ന് ബെരകി എന്ന് വെച്ചാൽ അവിടെ ഞങ്ങൾ കാണാത്ത സ്ഥലങ്ങളില്ല. ഈ പറഞ്ഞ പോലെ റോഡ് ട്രിപ്പ് പോയാലോ തന്നെ അവിടുന്ന് ചില ദിവസമൊക്കെ ചുമ്മാ ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ. അതിനും പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അത് ഇന്ന സ്ഥലങ്ങൾ കാണണം എന്നുള്ളൊരു മൈൻഡ് സെറ്റേ ഉള്ളൂ. ഇപ്പം കാണിച്ച ഫോട്ടോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മറ്റേ നമ്മുടെ സോയ് സോസ് ഇല്ലേ, സോയ്, അതുണ്ടാക്കുന്ന വില്ലേജാണ്. അവിടെ അങ്ങനത്തെ കുറേ വില്ലേജസ് ഉണ്ട്. പിന്നെ ഈ ഇൻസെൻസ് സ്റ്റിക്കില്ലേ, നിങ്ങൾ കണ്ടിട്ടാണ് ചില ഫോട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ ഫോട്ടോ കാണിച്ചില്ലേ, ഒരു റെഡ് കളറിൽ, അത് പൂവല്ല, ചന്ദനത്തിരി. അത് ഇതോ ഈ സാധനങ്ങൾ? യെസ്, ചന്ദനത്തിരിയാണോ? ഇത് കൂട്ടിയിട്ട് കത്തിച്ചാൽ നല്ല കൂട്ടിയിട്ട് കത്തിക്കല്ലേ. അപ്പം അങ്ങനത്തെ കുറച്ച് വില്ലേജസ് ഉണ്ട് വിയറ്റ്നാമിൽ, ഹാനോയിൽ. അപ്പം സോയ് സോസ് ഉണ്ടാക്കുന്ന വില്ലേജ്. പക്ഷെ ഇത് നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല. അവിടെ പോയി കാണുമ്പം കുഞ്ഞൊരു ഏരിയയിലാണ്, ചെറിയൊരു ഏരിയയിൽ ഇങ്ങനെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ ഭയങ്കര ഒരു എസ്തെറ്റിക് ഭംഗിയൊക്കെ വന്ന് അതങ്ങനെ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് കിട്ടുന്നതാണ്. പക്ഷെ നേരിട്ട് പോയി കാണുമ്പോൾ ആൾക്കാർ ചിലർ വിചാരിക്കും ഈ ഇത്രേ ഉള്ളൂ, ഇതിനാണ് വന്നതെന്നൊക്കെ. കാര്യം ഈ ചന്ദനത്തിരിയുടെ താഴത്തെ, അതായത് മേളിൽ മറ്റേ എന്താ പറയുക, കത്തിക്കുന്ന സാധനം, താഴത്തെ കമ്പില്ലേ, ആ കമ്പിന് കളറുണ്ട്. ആ കളറാണ് റെഡ്. അതിങ്ങനെ തിരിച്ചു വെച്ചേക്കുന്ന. ഞാൻ വിചാരിച്ചത് കത്തിക്കുന്ന സാധനമാണ്. അല്ലല്ല, ഇത് വിയറ്റ്നാമിലെ ഫോട്ടോഗ്രാഫേഴ്സിന്റെ മെയിൻ ഒരു ഏരിയയാണിത്. കാര്യം വിയറ്റ്നാം എന്ന് പറഞ്ഞ് പോകുമ്പോൾ എന്തായാലും ഇതിന്റെ പടം എടുക്കാതെ ആരും തിരിച്ചു വരില്ല. അപ്പം അങ്ങനെ നമ്മൾ തപ്പി കണ്ടുപിടിച്ച് പോയായിരുന്നു. ഇത് ഒരു സ്നേക്ക് വൈനൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്, ഒറിജിനൽ പാമ്പ്. മൂർക്കനെ മറ്റേ നമ്മുടെ നാട്ടിലെ വെള്ളിക്കെട്ടനില്ല, അത് കൊട്ടൊരു മഞ്ഞ കളറിലെ വലിയൊരു സാധനമാണ്. എന്തൊരു ബ്രാൻഡഡ് ക്രൈറ്റ് അങ്ങനെ കണ്ട പേര്. പാമ്പിന്റെ പേരല്ലേ? തെറ്റാണ്, ക്ഷമിക്കണം. അതെ. അപ്പം അതൊക്കെ ഉണ്ട് അവിടെ ലൈവായിട്ട്, വിഷമൊന്നും എടുക്കാത്ത ഒറിജിനൽ. ഇനിയുള്ളത് ഫോട്ടോ ഇല്ല, സോറി, പക്ഷെ ചോദിക്കാം. തെയ്യം, കണ്ണൂരിലെ തെയ്യം. അയ്യോ, ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഫസ്റ്റ് തെയ്യത്തിന്റെ ടീഷർട്ട് എടുത്തിട്ടേ, എന്നിട്ട് പിന്നെ മാറ്റി. കൊച്ചി എന്ന് വിചാരിച്ചോണ്ടാണോ? അല്ല, അങ്ങനൊന്നുമില്ല, കറുപ്പായോണ്ടെങ്കിൽ മാറ്റിയതാ. ശരിക്കും അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റും ഷബിൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഭയങ്കര വൈറലായിട്ടുണ്ട്. ഉമ്മ ചോദിക്കുന്ന ഒരു ഇതൊക്കെ, ആ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫസ്റ്റ് കണ്ണൂർ ഞാൻ പോയത് എനിക്കൊന്ന് 2022 തോന്നുന്നു, തെയ്യം കാണാനായിട്ട്. എൻ്റെ അവിടെ സുരാഗ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിയുടെ തറവാട്ടിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. എല്ലായിടത്തും നടക്കുമല്ലോ. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചു, ഇങ്ങനെ നീ വാടാ ഇതൊന്ന് കണ്ടു നോക്കാന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പോൾ ക്യാമറയ്ക്ക് ആയിട്ടാണ് പോയത്. പക്ഷെ അവിടെ പോയിട്ട് എനിക്ക് ആരോട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. കാര്യം ഞാൻ പേടിച്ചു പോയി, ലിറ്ററലി. എന്ന് വെച്ചാൽ ഞാനൊത്ത് തന്നെ ഈ തെയ്യം എന്നൊക്കെ പറഞ്ഞ കഥകളിയൊക്കെ പോലെ ഒരു സംഭവമാണ്. അല്ല, അവര് നമ്മളെ കൊല്ലും. കണ്ണൂരുകാർ നമ്മളെ കൊല്ലും. കാര്യം ഇവർക്കെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഡിവൈൻ സാധനമാണ്. ശരി, ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നൊരു സാധനമാണ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളവിടെ ചെന്ന് നമ്മളോട് കരഞ്ഞു പോകും. ഇവരുടെ ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇതെന്ത് ഇത്ര ഇന്റൻസിറ്റി എന്നൊക്കെ നമ്മൾ ഓർക്കും. അപ്പോൾ ഫസ്റ്റ് പോയിട്ട് എനിക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഷൂട്ട്. ഒരു ഐഡിയയും ഇല്ലാതാണോ ആദ്യം പോയത്? അപ്പോൾ അവിടുന്ന് എനിക്ക് അതിൻ്റെ ഒരു സാധനം കിട്ടി, ഒരു വൈബ് കിട്ടി. അപ്പോൾ ഞാൻ എന്താക്കി, ഞാൻ തിരിച്ച് വീട്ടിലൊക്കെ വന്നിട്ട് ഇതിനെപ്പറ്റി കുറച്ചൊന്ന് പഠിച്ചിട്ട് രണ്ടാമതൊന്നുകൂടെ പോയി ഞാൻ നല്ലൊരു ഷൂട്ട് ചെയ്തു. എന്നിട്ട് അതാണ് ഒരു വീഡിയോ ആക്കിയത്. അപ്പോൾ രണ്ടാമത് പോയപ്പോഴും എനിക്ക് ഈ സെയിം കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് അവിടെ നിന്ന് കിട്ടിയത്. ലൈക്ക് പക്ഷെ മാനേജ് ചെയ്യാൻ പറ്റി. എങ്ങനെയാണെന്ന് എനിക്ക് അറിയാമല്ലോ, എൻ്റെ ചടങ്ങും കാര്യങ്ങളും, എവിടെ നമ്മൾ നിൽക്കാൻ പാടില്ല. ഇതെന്നു വെച്ചാൽ പലത്തുനിന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് തെയ്യത്തിനോട് പോസ് ചെയ്യാനൊക്കെ പറയുമെന്ന്, ക്യാമറ കൊണ്ടൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞേക്കും അങ്ങോട്ട് തിരിഞ്ഞേക്കും. എന്താ പറയാ. അപ്പം അവിടെ കുറെ ആൾക്കാരുടെയൊക്കെ മൈൻഡ് സെറ്റിൽ അങ്ങനെ ക്യാമറ കൊണ്ട് നമ്മൾ നിൽക്കുമ്പം ചിലരുടെ മനസ്സിൽ നെഗറ്റീവ് ഉണ്ട്. അപ്പം ഞാൻ അത് രണ്ടാമത്തെ പ്രാവശ്യം പോയി ഷൂട്ട് ചെയ്തിട്ട് തെയ്യത്തിന്റെ ഡോക്യുമെന്ററി ഞാൻ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞപ്പം അക്സെപ്റ്റൻസ് ആയി, അവർക്ക് എന്താ മനസ്സിലായി. അപ്പൊ പിന്നെ കുടുംബക്കാർക്കെല്ലാം നമ്മളെ ഒരു എന്തോ ഒരു സാധനം വന്നു, ഇവനിങ്ങനെയൊക്കെ ചെയ്തല്ലോ. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് ഒരാഴ്ച മുമ്പ് ഒന്നുകൂടെ പോയി ആ സെയിം തെയ്യം കാണാനായിട്ട്. അപ്പം എല്ലാവർക്കും എന്നെ അറിയാം. അപ്പം ഞാൻ അവിടുത്തെ ഒരാളായി.
തെയ്യത്തിന്റെ കൈ പിടിച്ചു പോകുന്നു, ഞാൻ ചടങ്ങുകളിലെല്ലാം കൂടി. ഞാൻ കണ്ടു ആ വീഡിയോയില് സംസാരിക്കുന്നതൊക്കെ. എല്ലാത്തിലും കൂടി. ഈ ഉമ്മയുടെ കാര്യത്തിലും ഉമ്മക്ക് ഈ കേട്ടുകളിയല്ലേ ഉള്ളൂ. അതെ അതെ. ഈ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ആൾക്കാരാണോ? അപ്പൊ തെയ്യം എന്നൊക്കെ പറയുമ്പോൾ ഒരു മതപരമായ കാര്യങ്ങളല്ലേ. അപ്പൊ അവിടെ ഒരു അന്യമതസ്ഥം പോയി കഴിയുമ്പം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളൊരു, പിന്നെ മൊത്തത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് പുള്ളിക്കാർക്ക് പേടിയായി. ഒരു സാധാരണക്കാർക്ക് വരുന്നൊരു ഓഫ് കോഴ്സ് വരുമല്ലോ. അപ്പം അങ്ങനെ വന്ന് എന്നോട് ചോദിച്ചു, എടാ അങ്ങനെ പോകുന്നൊക്കെ സേഫാണോ, നീ നോക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞ്. അപ്പം അതാണ് ശരിക്കും എന്താണ് ആ വീഡിയോയുടെ ഒരു ബേസ് വന്നത്. പക്ഷെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കത് മാറി, പുള്ളിക്കാരി അവിടെ വരാത്തോണ്ട്. അപ്പം ഇപ്പം എങ്ങനെയാ ഉമ്മയുടെ ഒരു, അല്ലെങ്കിൽ ഇത് കണ്ട് അവസാനം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഉമ്മയുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഇപ്പം മനസ്സിലായെല്ലാം. അപ്പം ആ വീഡിയോ ഞാൻ എടുത്ത് കാണിച്ചു. പിന്നെ എന്താണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് പറയും. എല്ലാം ഇങ്ങനെ ഞാൻ തള്ളി മറിച്ച് പറയും. ശരിക്കും ഷബിന്റെ വീഡിയോയിൽ കാണുന്ന കുറെ സുഹൃത്തുക്കൾ ഭയങ്കര ലക്കി ആയിട്ടുള്ള ഫ്രണ്ട്സ്, അത് എനിക്ക് പലപ്പോഴും ഡൗട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഫ്രണ്ട്സ് ആണോ ലക്കി അതോ ഷബിനാണോ ലക്കി എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആ ഒരു നിങ്ങളുടെ കോംബോ, ഒരുപാട് ആൾക്കാർ ശരിക്കും അവരുടെ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് കാര്യങ്ങൾ എങ്ങനെയാ? ശരിക്കും ഞാനാ ലക്കിന്ന് ഞാൻ പറയുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കെട്ട സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനൊന്നുമല്ല. അപ്പം ഈ പറഞ്ഞ പോലെ പിടിവാശി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മിണ്ടാണ്ടൊക്കെ ഇരിക്കും വഴക്കിട്ട്? ഇപ്പൊ കുറവാ, പണ്ടൊക്കെ ഉണ്ടായി. നമ്മുടെ ഭാഷ കൊതുത്തൊക്കെ ഇരിക്കും, അതൊക്കെ ഉണ്ട്, മനുഷ്യനല്ലേ. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഈ പറഞ്ഞ പോലെ OCD ഒരു അതിപ്രസരമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് മുമ്പ്. അപ്പൊ ഇതൊക്കെ ചില കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഇപ്പൊ വന്ന് ഭയങ്കര കംഫർട്ടബിളായി. ഇവരൊക്കെ ആയിട്ട് എന്താ പറയാ ഭയങ്കര കംഫർട്ടബിളായി. പിന്നെ എന്റെ പല കാര്യങ്ങളും ഇവർ അഡ്ജസ്റ്റ് ചെയ്യും. മനസ്സിലായോ? തിരിച്ചു. അപ്പൊ അങ്ങനത്തെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒരു സാധനം ഭയങ്കര ഒരു കംഫർട്ട് ലെവൽ അവിടെ ഉണ്ട്. സ്ട്രഗിൾ സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് കടങ്ങൾ വീട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള സാധനങ്ങൾ. ഇപ്പൊ എങ്ങനെയാണ്? വീട്ടുന്നില്ല, ഇപ്പം കടങ്ങൾ കൂടുന്നേ ഉള്ളൂ. നോ ഇല്ല, അതിനെപ്പറ്റി പറഞ്ഞു ടെൻഷനാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞ ഇത്രയും നേരത്തെ സംസാരത്തില് വാലിഡ് ആണോന്ന് എനിക്കറിയില്ല. അല്ലല്ല, ഷബിന്റെ ബാഗിൽ എന്താ, ട്രാവൽ ബാഗിൽ എന്തായിരിക്കും, എന്തൊക്കെയുണ്ട്? അയ്യോ, കുറെ ക്യാമറ അങ്ങനത്തെ ഗിയേഴ്സ് ആണ് കൂടുതലും. അത് 2 ബാഗ് ഉണ്ടാവും എപ്പോഴും. ഈ ഗിയേഴ്സ് കൊണ്ട് നടക്കുന്ന ഒരു ബാഗുണ്ട്, പിന്നെ ട്രാവലിൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അല്ലേ, ഡ്രസ്സും. അതാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ ഇപ്പൊ നമ്മള് ഒരു ട്രാവലർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്തായിരിക്കും? ഏറ്റവും മിനിമലായിട്ട് ഡ്രസ്സ് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പോകുന്ന ടെറൈനെ മനസ്സിലാക്കിയിട്ടുള്ള ഡ്രസ്സുകൾ എടുക്കുക. ഇപ്പം നമ്മൾ സ്പിതിയിലൊക്കെ പോകുമ്പോൾ സ്ലീവ്ലെസ് ഒക്കെ എടുത്തോണ്ട് പോയി കോമഡി ആയിരിക്കുമല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഞാൻ ഭയങ്കര മിനിമലായിട്ട് ഇപ്പോൾ ഡ്രസ്സ് എടുക്കാറുള്ളൂ. പണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഡെയിലി ഓരോ ഡ്രസ്സ് വേണം. ഞാൻ ഒന്നിട്ട് പിന്നെ ഇടുകയല്ലായിരുന്നു. OCD പോയിന്റ് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ഒന്നുമില്ല. ഒരാഴ്ച, ഒരു മാസമോ 2 മാസമൊക്കെ ഒന്ന് തന്നെ ഇടും, ഒരു കുഴപ്പമില്ല. അപ്പം ഭയങ്കര മിനിമലായിട്ട് കുറച്ച് ഡ്രസ്സേ കൊണ്ടുപോകുള്ളൂ. പിന്നെ വേണ്ട അത്യാവശ്യം വേണ്ട ഗുളിക കാര്യങ്ങള്, പിന്നെ സൺസ്ക്രീൻ, അങ്ങനത്തെ കുറച്ച് കാര്യമില്ല ഉപയോഗിച്ചിട്ട്. എനിക്കറിയത്തില്ല എന്തിനാ ആൾക്കാർ ഉപയോഗിക്കുന്നത്. എവിടെ ട്രിപ്പ് പോയിട്ട് തിരിച്ചു വന്നാലും കരിഞ്ഞു പോഞ്ഞിരിക്കും. എന്നാലും തേക്കുന്നുണ്ട്, എന്തിനാന്ന് അറിയത്തില്ല. വേറെന്തൊക്കെ ഈ സൺസ്ക്രീൻ പോലെ വേറെന്തൊക്കെ കയ്യിൽ കഴിയും? ഞാൻ അക്കാര്യത്തിലൊക്കെ ഇച്ചിരി അഗ്രഗണ്യനാണ്. യെസ്, എന്തൊക്കെയുണ്ട്, ഒരു സെറം ഉണ്ട്, പിന്നെ തലയിൽ മുടി കൊഴിച്ചിലിന് തേക്കുന്ന എന്തൊക്കെയോ ഒരു. ഇതൊക്കെ ട്രിപ്പിന്റെ ഇടയ്ക്കും തേക്കുന്നതാണോ പറയണത്? ഇത് പൂവല്ലേ, ഇതൊക്കെ പൂവില്ലേ? ഫുഡ് ഹാബിറ്റ്സ് എന്തെങ്കിലും, ഇപ്പൊ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കഴിക്കരുതോ? ഞങ്ങൾ സ്പിതി പോയപ്പോൾ മറ്റേ പ്രോട്ടീൻ ബാർ ഒക്കെ ആയിട്ടാ പോയെ. പക്ഷെ പൂനെ എത്തിയപ്പോൾ തീർന്നായിരുന്നു. ഇത് വിശക്കുമ്പോ കഴിക്കണം, അതൊക്കെ തീർന്നായിരുന്നു. പിന്നെ അങ്ങനൊന്നും ഇല്ല. പിന്നെ ഈ പറഞ്ഞ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇടയ്ക്ക് മേടിച്ച് വെക്കും, എന്തെങ്കിലുമൊക്കെ ഈ ഡേറ്റ്സും അങ്ങനെ കാര്യങ്ങളൊക്കെ. വിശപ്പ് വരുമ്പം നല്ലതാ. ഇനി പോകണം എന്ന് ആഗ്രഹമുള്ളൊരു സ്ഥലം കാശ്മീർ അല്ല, അല്ലാതെ? ഞാൻ നോർത്ത് ഈസ്റ്റ് പോയിട്ടില്ല. സിക്കിം പോയിട്ടുണ്ട്, പിന്നെ മേഘാലയ, അരുണാചൽ അങ്ങോട്ടൊക്കെ പോകണം, അത് പോയിട്ടില്ല. പിന്നെ നേപ്പാൾ പോകണം, പിന്നെ ഒന്ന് പറ്റുവാണെങ്കിൽ യൂറോപ്പ് ഒന്ന് പോകണം. ഇന്റർനാഷണൽ യൂറോപ്പാണ്. ഞാൻ ഇവിടെ വിയറ്റ്നാം, മലേഷ്യ ഇനി പോവാൻ ആഗ്രഹം. എന്തൊരു സങ്കടം പോലെ. നടക്കും, നോക്കാം. നടക്കും, ഇത്രയൊക്കെ നടന്നില്ലേ? എങ്ങനെയാ ഈ കൊളാബ് വർക്ക്സ് വന്നതും അതിന്റെ ഒരു മാനേജ്മെന്റ് ഒക്കെ? ഇനീഷ്യലി നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. കാര്യം ഒന്നും കിട്ടുന്നില്ല, 10 പൈസ കിട്ടുന്നില്ലല്ലോ. കൊടുക്കുന്നതല്ലാതെ പോകുന്നതല്ലാതെ ഇപ്പോൾ ആഴ്ചക്ക് ക്യാമറ മാറ്റുന്നു, അത് മാറ്റുന്നു, ഇത് മാറ്റുന്നു, ചിലവ്, അതല്ലാതെ ഒന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഇനീഷ്യലി എനിക്ക് തോന്നുന്നു നമുക്ക് വന്ന് സാംസങ്ങിൻ്റെ ഒരു കൊളാബറേഷനാണ്. ഇനി പൈസയൊന്നുമില്ല,
ബാട്ടർ. ആ ഫോൺ തരും. ഇപ്പൊ ഡൽഹിയിലൊക്കെ കൊണ്ടുപോയി ഭയങ്കര ഗുമ്മ് പരിപാടിയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഫോൺ തിരിച്ചു കൊടുക്കണോ? ഇല്ല, ഫോൺ നമുക്ക് വരും, അതാണ് അതിന്റെ ഡീല്. അപ്പോൾ അവർ കുറേ നമ്മളെ പണി എടുപ്പിക്കും. അപ്പം അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് ഈ നമ്മൾ ക്രിയേറ്റേഴ്സിൻ്റെ കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ സംസാരിച്ച് ഇപ്പോൾ ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് പയ്യെ പയ്യെ കിട്ടും. പിന്നെ ഞാൻ ചെറിയ ചെറിയ വർക്കുകളൊക്കെ എടുക്കാൻ തുടങ്ങി, ചെറിയ പേയ്മെൻറ്റിനൊക്കെ. അപ്പോൾ അങ്ങനെ പേയ്മെൻറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഇന്ത്യയിലേക്ക് ഇങ്ങനെ വേറെ ക്രിയേറ്റേഴ്സൊക്കെ ആയിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സൊക്കെ ആയിട്ട് സംസാരിക്കുമ്പം അയ്യേ അത്രയും പൈസയ്ക്കാ, അങ്ങനൊന്നും ചെയ്യല്ലേടേ എന്ന് പറയും. ആ അപ്പം ഞാൻ അത്രയൊക്കെ കിട്ടുമോ? അങ്ങനെ അതിൻ്റെ ഒരു സാധനം മനസ്സിലായി. ഏത് വർഷം? അത് എനിക്ക് തോന്നുന്നു 2024 തോന്നുന്നു. അധികമൊന്നും ആയിട്ടില്ല, ചെറുതായിട്ടൊന്ന് പച്ച പിടിച്ചു തുടങ്ങിയിട്ട്. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു കളികളൊക്കെ മനസ്സിലായി. പിന്നെ ഒരു തമിഴ്നാട് ടൂറിസത്തിൻ്റെ ഒരു ട്രിപ്പ് ഉണ്ടായി. പൈസ ഒന്നുമില്ല, ചുമ്മാ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ അതിന് ഞാനും ഗോകുലൊക്കെ പോയി. അപ്പോൾ അവിടെ കുറേ ക്രിയേറ്റേഴ്സിനെ കണ്ടു. അപ്പം ഇങ്ങനെ ഈ ഒരു നെറ്റ്വർക്കൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ എന്തായി, ഇതിനൊരു പതിയൊരു പരിപാടി മനസ്സിലായി. പിന്നെ ഒരു ഏജൻസി നമ്മളുമായിട്ട് സൈനപ്പ് ചെയ്തു. അപ്പം എൻ്റെ പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്യുന്ന ഡൽഹിയിലുള്ളൊരു ഏജൻസിയാണ്. അപ്പം അവരത് ഡീൽ ചെയ്ത് വിടും. അപ്പം നമ്മൾ കുറച്ച് ഇങ്ങനത്തെ വർക്ക്സ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താക്കി, ബാക്കി ബ്രാൻഡ്സും കാര്യങ്ങളും. കാര്യം നമുക്കൊരു പോർട്ട്ഫോളിയോ പതിയെ ബിൽഡായല്ലോ. ഇനീഷ്യലി ഫ്രീ ആയിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ലേറ്റർ അത് മനസ്സിലാവും. സിറ്റുവേഷൻ കാരണം യാത്ര ചെയ്യാൻ പറ്റാണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ മറ്റേ കയ്യാലപ്പുറത്തേക്കുള്ള തേങ്ങ പോലും ചെറിയ പുഷ് തന്നാൽ നമുക്ക് പോയേക്കാം എന്ന് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് എന്താ ഷബിന് പറയാനുള്ളത്? സമയത്തെ പറ്റി ചിന്തിക്കാന്നേ ഉള്ളൂ. കാര്യം ഞാനൊരു 27-ാമത്തെ 28-ാമത്തെ വയസ്സിൽ ഞാനൊരു സ്ഥലത്ത് പോയ പോലെ അല്ല ഞാനിപ്പോൾ പോകുന്നത്. ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ 10 വർഷം മുമ്പ് പോയൊരു സ്ഥലത്ത് ഞാൻ അന്ന് പോയ ഒരു മാനസികാവസ്ഥയോടെയും ശാരീരിക സെറ്റപ്പിലൂടെ എനിക്ക് ഇപ്പം പോകാൻ പറ്റില്ല. മനസ്സിലായോ? അത്രയും ചിന്തിച്ചാൽ മതി. പക്ഷെ സമയം മാത്രമല്ലേ, പൈസ ഉണ്ടായിട്ടൊക്കെ ഉണ്ടായിട്ടൊന്നും നടക്കില്ല. ഇപ്പം ഞാൻ മറ്റേ ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചില്ല ഞങ്ങൾ. ബിബിളിൻ്റെ 2500 രൂപ, സോജറോയിൽ 10,000 രൂപ താഴെ, 30,000 രൂപ ക്രെഡിറ്റ് കാർഡ്. അതുള്ള എൻ്റെ കയ്യിൽ. ആ ട്രിപ്പിന് ഫുള്ള് 4 ലക്ഷം രൂപ എടുത്ത് ചിലവായി മൊത്തത്തിൽ എല്ലാവരുടെയും കയ്യിൽ നിന്ന്. അതെങ്ങനെ മീറ്റ് ചെയ്തു നിങ്ങൾ? കടം മേടിച്ചു അല്ല, പിന്നെ എങ്ങനെ ഈ കടമൊക്കെ തിരിച്ചടക്കണ്ടേ? അതപ്പോ എങ്ങനെ കടയ്ക്കാന്ന് കടത്തിനെ പറ്റി ഒരു ഇതും ഇല്ല. ഞാൻ അതിനെപ്പറ്റി ഇടയ്ക്ക് ഭയങ്കര ടെൻഷൻ ആവും. അതീ പറഞ്ഞ പോലെ ആ ഒരു വലിയൊരു നമ്പർ അല്ലേ, ആ നമ്പർ ഇങ്ങനെ ഇടയ്ക്ക് കാണുമ്പോഴത്തേക്കിനും ഒരു ടെൻഷൻ വരും. അന്നേരം ഈ പറഞ്ഞ പോലെ തെയ്യമൊക്കെ എടുത്ത് വെച്ച് കാണും, കമന്റ് വായിക്കും, റൈഡ് പോവാ, അപ്പൊ ശരിയാവും. മനസ്സിലായി. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഈ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് പറഞ്ഞു തന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഇന്റർവ്യൂ. അതിന്റെ ഇടയ്ക്ക് ഞാൻ എവിടുന്നോ കേട്ടൊരു സാധനമാണ്, ആൾക്കാർ മല്ലു എന്നാണോ വിളിക്കണേ? കുറച്ച് പേര് അങ്ങനെ വിളിക്കുന്നുണ്ട്. ഷബിൻ ആരും വിളിക്കാറില്ലേ? ഇപ്പൊ ഞാൻ അങ്ങനെ വിളിക്കാൻ വേണ്ടി ഞാനിപ്പോ വീഡിയോയിൽ ഇറ്റ്സ് മീ ഷബിൻ ഷംസു എന്ന് പറയുന്നുണ്ട്. എന്റെ പേര് ആർക്കും അറിയത്തില്ല, എല്ലാവരും മല്ലു എന്ന് വിളിക്കണല്ലേ? യെസ്. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഇനി അങ്ങോട്ടുള്ള ഒരുപാട് യാത്രയ്ക്ക് ഒന്നിനെയും പറ്റി ആലോചിക്കാണ്ട് വളരെ കൂളായിട്ട് യാത്ര ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. നിങ്ങൾക്കും ആ പാട്ട് എടുത്താൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു.